ബിസ് നെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? വിഴിഞ്ഞം വന്നപ്പോൾ വല്ലാർപാടത്തിന്റെ ശോഭ മങ്ങിയോ? സ്വർണ്ണവിലയിൽ ട്രംപ് ഇഫക്റ്റ്. മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിസ് നെക്സ്റ്റ്. വിഴിഞ്ഞം തുറമുഖം വന്നതോടെ വല്ലാർപാടം ടെർമിനലിന്റെ വികസനം പ്രതിസന്ധിയിലായോ? വല്ലാർപാടത്തിനിയും എവിടെയും എത്താത്ത വികസനം. വലിയ കപ്പലുകൾ അടുക്കാത്തതിനാൽ ടെർമിനലിന് പ്രഖ്യാപിത ലക്ഷ്യം നേടാനാകുന്നില്ല എന്നതാണ് പരാതി. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ ടെർമിനൽ 3200 കോടി രൂപയുടെ പദ്ധതി. കേരളത്തിന്റെയും ഇന്ത്യയുടെയും വൻ വികസനത്തിന് നാന്ദി കുറിക്കുമെന്ന് കരുതിയ വൻ പദ്ധതി 14 വർഷം കഴിഞ്ഞു. ഇപ്പോൾ എന്തു സംഭവിച്ചു? വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായതോടെ വല്ലാർപാടത്തിന്റെ പ്രസക്തി ഇല്ലാതായോ? വല്ലാർപാടം ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലിലെ ചരക്ക് നീക്കത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 11% വളർച്ചയാണ് ഉണ്ടായത്. 2024-2025 സാമ്പത്തിക വർഷത്തിൽ 8,34,665 TEU കണ്ടെയ്നറുകളാണ് തുറമുഖത്ത് കൈകാര്യം ചെയ്തത്. മുൻവർഷം രേഖപ്പെടുത്തിയ 7,54,237 TEU കണ്ടെയ്നറുകളായിരുന്നു ഇതുവരെയുള്ള റെക്കോർഡ്. തുറമുഖത്തെ ട്രാൻസ്ഷിപ്മെന്റും ഇക്കുറി റെക്കോർഡ് നേട്ടത്തിലാണ്. 1,69,562 TEU കണ്ടെയ്നറുകളാണ് ട്രാൻസ്ഷിപ്മെന്റിനായി തുറമുഖത്ത് വന്നുപോയത്. ദുബായ് ആസ്ഥാനമായ DP വേൾഡിന്റെ നിയന്ത്രണത്തിലാണ് വല്ലാർപാടം ടെർമിനൽ പ്രവർത്തിക്കുന്നത്. സൗത്ത് ഇന്ത്യയിൽ ഒരു വർഷം ഏറ്റവും കൂടുതൽ കപ്പലുകളെടുത്ത തുറമുഖമെന്ന നേട്ടവും വല്ലാർപാടം സ്വന്തമാക്കി. മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ ആകെ 640 കപ്പലുകൾ ഇവിടെയെത്തി. വിദേശ കയറ്റുമതി, കോസ്റ്റൽ എക്സ്പോർട്ട്, റഫർ വോള്യൂം തുടങ്ങിയ കാര്യങ്ങളിലും തുറമുഖം റെക്കോർഡിട്ടു. കഴിഞ്ഞ വർഷം 350 മീറ്ററിലേറെ നീളമുള്ള ഒന്നിലധികം അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസലുകളും തുറമുഖത്തെത്തി. കേരളത്തിലെ ആദ്യത്തെ ഫ്രീ ട്രേഡ് വെയർഹൌസിംഗ് സോണായ വല്ലാർപാടത്ത് 2024-2025 വർഷത്തിൽ 2255 ടൺ കാർഗോ കൈകാര്യം ചെയ്തു. 2011 ഫെബ്രുവരി 11 കണ്ടെയ്നർ കൈകാര്യത്തിന് മാത്രമായി കൊച്ചി പോർട്ട് ട്രസ്റ്റ് വല്ലാർപാടത്ത് പുതിയ ടെർമിനൽ തുറന്നത്. രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലാണ് വല്ലാർപാടം. മൂലംപള്ളി പോലെ ഒരുപാട് പ്രതിഷേധങ്ങളും കടമ്പകളും കടന്നാണ് വല്ലാർപാടം യാഥാർത്ഥ്യമായത്. പദ്ധതിയുടെ തകരാറുകൾ പരിഹരിച്ചില്ലെങ്കിൽ വിഴിഞ്ഞത്തിന്റെ നിഴലിലായി പോകും വല്ലാർപാടവും. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം അനീഷ് ദേവസ്യ, മൈഫിൻ ന്യൂസ്, കൊച്ചി. സ്വർണ്ണവില ഇടിവിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനകളാണ് ആഗോള വിപണികളിൽ നിന്ന് ലഭിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് മാറ്റമാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത്. സമ്മിശ്ര രീതിയിലാണ് ഈ മാസം സ്വർണത്തിന്റെ കയറ്റിറക്കങ്ങൾ. ജൂലൈ മധ്യത്തിൽ 72,000 രൂപ വരെ പവന് താഴ്ന്ന ശേഷം പടിപടിയായി വില ഉയരുകയായിരുന്നു. ജൂലൈ 23-ന് 75,000 രൂപയ്ക്ക് മുകളിൽ പവന് ഉയർന്ന ശേഷം വീണ്ടും വില താഴാൻ തുടങ്ങി. ജപ്പാൻ, യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ കനത്ത ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന് നേരത്തെ പറഞ്ഞ ട്രംപ് പിന്നീട് തീരുമാനം മാറ്റി. ജപ്പാനുമേൽ പ്രഖ്യാപിച്ച തീരുവ 30-ൽ നിന്ന് 15% കുറച്ചു. ജാപ്പനീസ് US കമ്പനികൾക്കും ഓഹരി വിപണിക്കും ഇത് നേട്ടമായി. യൂറോപ്യൻ യൂണിയനുമേൽ ഓഗസ്റ്റ് 1 മുതൽ 30% തീരുവ ഈടാക്കുമെന്ന് പറഞ്ഞ ട്രംപ് ഇപ്പോൾ നിലപാട് മാറ്റി. തീരുവ 15% താഴ്ത്തിയേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ ചെയർമാൻ ജെറോം പവലിനെ പുറത്താക്കാനുള്ള നീക്കങ്ങളിലേക്ക് ട്രംപ് കടന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഫെഡറൽ റിസർവിന്റെ ആസ്ഥാനം സന്ദർശിച്ച ശേഷം
ട്രംപ് പറഞ്ഞത് പവലിനെ പുറത്താക്കാൻ നീക്കമില്ലെന്നാണ്. പലിശ കുറയ്ക്കണമെന്ന നിലപാടിൽ നിന്ന് ട്രംപ് പിന്നോട്ടു പോയില്ലെങ്കിലും പവലുമായുള്ള ഭിന്നത മയപ്പെട്ടു. ഇതോടെ ഈ മാസവും പലിശ നിരക്ക് കുറയാനുള്ള സാധ്യത മങ്ങി. ഇത് സ്വർണം വീണ്ടും ഇടിയാൻ കാരണമായി. 2 ദിവസം മുമ്പ് രാജ്യാന്തര വില ഔൺസിന് $3400 ഭേദിച്ചിരുന്നു. തുടർന്ന് കനത്ത ലാഭമെടുപ്പ് നടന്നതോടെ വില കുറഞ്ഞു. ഓഗസ്റ്റ് പകുതി മുതൽ സംസ്ഥാനത്ത് വിവാഹ സീസൺ തുടങ്ങുകയാണ്. കേരളത്തിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് ഉയർന്നു നിൽക്കുന്ന സമയവും ഇതുതന്നെയാണ്. മുൻകൂർ ബുക്കിംഗ് ഉൾപ്പെടെയുള്ള പദ്ധതികളുമായി ജുവലറികൾ സജീവമാണ്. വില അടിക്കടി മാറി മറിയുന്നതിനാൽ ഉപയോക്താക്കളും മുൻകൂർ ബുക്കിംഗിൽ കൂടുതൽ താൽപര്യം കാണിക്കുന്നുണ്ട്. കാർഷിക വിപണിയിൽ അടുത്ത വാരം എങ്ങോട്ടാണ് നാളികേര വിലയുടെ പോക്ക്? ഓണം അടുത്തെത്തി. വിലക്കയറ്റം പിടിച്ചു നിർത്തുമെന്ന് സംസ്ഥാന സർക്കാർ. റെക്കോർഡുകൾ തിരുത്തുമെന്ന് തമിഴ്നാട് ലോബി. ഉയർന്ന വില പ്രതീക്ഷിച്ച് കാർഷിക കേരളം. കുരുമുളകിൽ സ്റ്റോക്കിസ്റ്റുകളുടെ അടവ് നയം. വാങ്ങലുകാർ വിപണിയിൽ പിടിമുറുക്കുമെന്ന കണക്കുകൂട്ടലിൽ വിൽപ്പന കുറച്ച് സ്റ്റോക്കിസ്റ്റുകൾ. ഏലം വിളവെടുപ്പ് ഊർജിതം. ലേലത്തിൽ വരവ് ചുരുങ്ങി. കനത്ത മഴ ആഗോള തലത്തിൽ റബ്ബറിനെ ബാധിച്ചു. ചിങ്ങം അടുക്കുന്നതിന് മുന്നേ പരമാവധി കച്ചവടങ്ങൾ ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അയൽ സംസ്ഥാനത്തെ കൊപ്രയാട്ട് വ്യവസായികൾ. ഓണത്തിന് നിരക്ക് ഉയരുമെന്ന് അവർക്കറിയാം. അവിടെ പച്ചത്തേങ്ങ ലഭ്യത കുറഞ്ഞതിനാൽ ഇവരുടെ വിലയിരുത്തലിന് ഇടപാടുകാർ മുൻതൂക്കം നൽകുന്നുണ്ട്. അതേസമയം ഓണവേളയിൽ താഴ്ന്ന വിലയ്ക്ക് എണ്ണ കിട്ടുമെന്ന് ഉറപ്പുവരുത്താനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ. തമിഴ്നാട്ടിലെ വിവിധ മില്ലുകളിൽ നിന്നും സപ്ലൈകോ കുറഞ്ഞ നിരക്കിൽ കൊട്ടേഷനുകൾ സ്വീകരിച്ചു തുടങ്ങി. അവർ നമ്മുടെ വിലയിലും താഴ്ത്തി കൊട്ടേഷൻ ഇറക്കുന്നുണ്ട്. പിന്നിട്ട വാരം കാങ്കയത്ത് വെളിച്ചെണ്ണ വില ക്വിന്റലിന് 1000 രൂപ ഇടിഞ്ഞപ്പോൾ കൊച്ചിയിൽ താഴ്ന്നത് കേവലം 100 രൂപ മാത്രമാണ്. എന്തുകൊണ്ട് ഇവിടെ നിരക്ക് താഴുന്നില്ല? അവിടെ 1000 കുറഞ്ഞപ്പോൾ 500 രൂപയെങ്കിലും താഴ്ന്ന് ഇടപാടുകൾ നടക്കേണ്ടതായിരുന്നു. അതായത് ഓണവേളയിൽ കേരളത്തിന്റെ വില കാര്യമായി കുറയില്ലെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. കൊച്ചിയിൽ വെളിച്ചെണ്ണ 38,400 രൂപയിലും കാങ്കയത്ത് വില 37,000 രൂപയിലുമാണ്. കുരുമുളകിന് ഇത് ഓഫ് സീസൺ ആയതിനാൽ നിരക്ക് കുതിച്ചു കയറുമെന്ന നിലപാടിലാണ് ഹൈറേഞ്ചിലെയും സംസ്ഥാനത്തെ മറ്റു ഭാഗങ്ങളിലെയും കർഷകർ. എന്നാൽ വാങ്ങലുകാർ നിരക്ക് താഴ്ത്തി പരമാവധി ചരക്ക് സംഭരണത്തിന് ശ്രമം തുടരുകയാണ്. ദീപാവലി വരെയുള്ള 3 മാസ കാലയളവിൽ ഉത്തരേന്ത്യയിൽ നിന്നും വൻ ഓർഡറുകൾക്ക് സാധ്യത നിലനിൽക്കുന്നു. അതേസമയം ഇറക്കുമതി ലോബിയും രംഗത്ത് ശക്തമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. വിയറ്റ്നാമിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് ശേഖരിച്ച മുളക് അവർ മറിച്ച് വിൽപ്പന നടത്താനുള്ള ശ്രമത്തിലാണ്. ഇറക്കുമതി ചരക്കിന് എരിവ് കുറവായതിനാൽ വാങ്ങൽ താൽപര്യം ചുരുങ്ങി. നാടൻ കുരുമുളകിന് ഡിമാൻഡ് നിലനിൽക്കുന്നു. അൺഗാർബിൾഡ് കിലോ 665 രൂപ. ഏലയ്ക്ക് വിളവെടുപ്പ് പുരോഗമിക്കുന്നതിനാൽ പുതിയ ചരക്ക് ഉയർന്ന അളവിൽ ഇടപാടുകാർ ശേഖരിക്കുന്നുണ്ട്. ലേലത്തിൽ ഏലയ്ക്ക ഉയർന്ന തലത്തിൽ നിലകൊണ്ടു. ഉത്തരേന്ത്യൻ വ്യാപാരികളും കയറ്റുമതിക്കാരും ലേലകേന്ദ്രങ്ങളിൽ സജീവമാണ്. ഇതിനിടയിൽ മഴ കനത്തതോടെ പല തോട്ടങ്ങളിലും ഏലകൃഷിക്ക് നാശം നേരിടുന്നുണ്ട്. ഇതോടെ കാർഷിക ചെലവുകൾ പതിവിലും ഇരട്ടിച്ചു. വിളവും കുറഞ്ഞു. ഉൽപാദനം ചുരുങ്ങിയാൽ അടുത്ത മാസം പ്രതീക്ഷയ്ക്കൊത്ത് ചരക്കിറക്കാനാവില്ലെന്നാണ് ഉൽപാദകർ നൽകുന്ന സൂചന. സ്ഥിതിഗതികൾ അത്ര ശുഭകരമല്ലെന്ന തിരിച്ചറിവിൽ കയറ്റുമതി മേഖലയിൽ നിന്നും ആഭ്യന്തര ഇടപാടുകാരിൽ നിന്നും ശക്തമായ ഡിമാൻഡ് നിലനിന്നത് ആകർഷകമായ വിലയ്ക്ക് അവസരമൊരുക്കി. ശരാശരി ഇനങ്ങൾ കിലോ 2600 രൂപയ്ക്ക് മുകളിലും വലിപ്പം കൂടിയ ഇനങ്ങൾ 3200 രൂപയ്ക്ക് മുകളിലും. ഉത്തരേന്ത്യ ഉത്സവ സീസൺ ഒരുങ്ങുന്നതിനിടയിൽ രാജ്യത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഏലത്തിന് ആവശ്യക്കാരുണ്ട്. രാജ്യാന്തര റബ്ബർ വില ഉയർന്നു. മുഖ്യ ഉൽപാദന രാജ്യങ്ങളിൽ മഴ ശക്തമായത് ടാപ്പിംഗ് രംഗത്ത് തളർച്ചയുളവാക്കി. തായ്ലൻഡ് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഷീറ്റ് ലഭ്യത ചുരുങ്ങുമെന്ന വിലയിരുത്തൽ മുൻനിർത്തി നിക്ഷേപകർ അവധി വ്യാപാരത്തിൽ പിടിമുറുക്കുന്നത് മെച്ചപ്പെട്ട വിലയ്ക്ക് അവസരമൊരുക്കാം. ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ റബ്ബർ വില കിലോ 336 യെന്നിലേക്ക് അടുത്തു. അതേസമയം വിനിമയ വിപണിയിൽ തായ്ലാന്റ് നാണയത്തിന്റെ മൂല്യത്തിലുണ്ടായ വ്യതിയാനങ്ങൾ മൂലം അവർ ഷീറ്റ് കിലോ 196 രൂപയ്ക്ക് വാഗ്ദാനം ചെയ്തു. മഴ മൂലം കേരളത്തിലും ടാപ്പിംഗ് രംഗം തളർച്ചയിലാണ്. ടയർ നിർമ്മാതാക്കൾ 4ാം ഗ്രേഡ് റബ്ബർ കിലോ 212 രൂപയ്ക്ക് വാങ്ങി. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. പുതിയ ഇലക്ട്രിക് SUV-കൾ പുറത്തിറക്കാനൊരുങ്ങി ടാറ്റ മോട്ടോഴ്സ്. ഈ വർഷം ദീപാവലിക്കാണ് സിയറ EV-യും സഫാരി EV-യും പുറത്തിറങ്ങുക.
ടാറ്റ മോട്ടോഴ്സ് താങ്ങാനാവുന്ന വില മുതൽ പ്രീമിയം വരെയുള്ള പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ പുറത്തിറക്കാൻ പദ്ധതിയിടുന്നു. 21,49,000 രൂപ പ്രാരംഭ എക്സ്ഷോറൂം വിലയ്ക്ക് കമ്പനി അടുത്തിടെ ഹാരിയർ EVയെ പുറത്തിറക്കിയിരുന്നു. വരുന്ന ദീപാവലി സീസണിൽ ഇലക്ട്രിക് സിയാറ SUV എത്തുമെന്നാണ് പ്രതീക്ഷ. സഫാരി EV ഡിസംബറിലോ അടുത്ത വർഷം തുടക്കത്തിലോ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. സഫാരി EVയിൽ 65 kWh സിംഗിൾ റിയർ മൗണ്ടഡ് 238 bhp മോട്ടറും 75 kWh ഫ്രണ്ട് ആക്സിൽ മൗണ്ടഡ് 158 bhp മോട്ടറും ഉണ്ടാകും. 313 bhp ആണ് സംയോജിത പവർ ഔട്ട്പുട്ട്. സഫാരി EVയുടെ ഇലക്ട്രിക് റേഞ്ച് കണക്കുകൾ അല്പം വ്യത്യാസപ്പെടാം. ഈ വർഷം അവസാനത്തോടെ പുറത്തിറങ്ങാനിരിക്കുന്ന മഹീന്ദ്ര XEV7 EUമായിട്ടായിരിക്കും ടാറ്റ സഫാരി 7 സീറ്റർ ഇലക്ട്രിക് SUV മത്സരിക്കുന്നത്. ഇൻബിൽറ്റ് നാവിഗേഷനോടുകൂടിയ 14.53 ഇഞ്ച് സാംസങ് നിയോ QLED ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, അൾട്രാ വൈഡ് ബാൻഡ് ഉള്ള ഡിജിറ്റൽ കീ, ബ്ലൂടൂത്ത് ലോ എനർജി, നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ, ബിൽറ്റ് ഇൻ ഡാഷ് ക്യാം, റെക്കോർഡിംഗ് ഉള്ള ഡിജിറ്റൽ IRVM എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പനോരമിക് സൺറൂഫ്, 10 JBL സ്പീക്കർ ഓഡിയോ സിസ്റ്റം, കണക്റ്റഡ് കാർ ടെക്, ഹിൽ ഡിസെന്റ് കൺട്രോൾ, ADAS സ്യൂട്ട്, ഡ്രൈവർ ഡോസ് ഓഫ് അലർട്ടുള്ള ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം തുടങ്ങിയവ ഉൾപ്പെടെ മറ്റ് സവിശേഷതകൾ അതിന്റെ ICV പതിപ്പിന് സമാനമായി തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എക്സ്റ്റീരിയറിൽ ടാറ്റ സഫാരി EVയിൽ ക്ലോസ്ഡ് ഓഫ് ഫ്രണ്ട് ഗ്രിൽ, എയ്റോ ഒപ്റ്റിമൈസ് ചെയ്ത അലോയ് വീലുകൾ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള ഇലക്ട്രിക് വാഹന ഘടകങ്ങൾ ഉൾപ്പെടുത്തി വാഹനത്തിന്റെ ശ്രേണി വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. സഫാരിയിൽ സ്പ്ലിറ്റ് LED ഹെഡ് ലാമ്പുകൾ, LED DRLകൾ, സ്റ്റെപ്ഡ് റൂഫ് ഡിസൈൻ, സിൽവർ ഇൻസേർട്ടുകളുള്ള റൂഫ് റെയിലുകൾ, വലിയ റിയർ ക്വാർട്ടർ ഗ്ലാസ്, വലിയ റിയർ ഓവർഹാങ്, LED ടൈൽ ലാമ്പുകൾ എന്നിവ ഉൾപ്പെടും. വീണ്ടും ഒരു മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണുമായി മോട്ടോറോള. മോട്ടോ G86 പവർ അടുത്തയാഴ്ച ഇന്ത്യൻ വിപണിയിലെത്തും. മോട്ടറോളയിൽ നിന്നുള്ള വരാനിരിക്കുന്ന ഈ മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണിൽ മീഡിയടെക് ഡയമൻസിറ്റി 7400 സോക്ക് ചിപ്സെറ്റാണ് സജ്ജീകരിച്ചിരിക്കുക. ഈ സ്മാർട്ട് ഫോൺ ആൻഡ്രോയിഡ് 15 പ്രവർത്തിക്കുക. 256 GB വരെ ബിൽറ്റ് ഇൻ സ്റ്റോറേജും 33 വാട്ട്സിൽ ചാർജ് ചെയ്യാൻ കഴിയുന്ന 6720 mAh ബാറ്ററിയും മോട്ടോ G86 പവറിനുണ്ടാകും. ഗൊറില്ല ഗ്ലാസ് 7i സംരക്ഷണത്തോടുകൂടിയ 6.7 ഇഞ്ച് അമോലഡ് സ്ക്രീനിലാണ് ഈ ഹാൻഡ്സെറ്റ് വരിക. ഇന്ത്യയിൽ 3 നിറങ്ങളിൽ കിട്ടും. ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമായ ഫ്ലിപ്കാർട്ട് വഴിയും മോട്ടോറോളയുടെ വെബ്സൈറ്റ് വഴി കോസ്മിക് സ്കൈ മോട്ടോറോളയുടെ വെബ്സൈറ്റ് വഴിയും കിട്ടും. കോസ്മിക് സ്കൈ, ഗോൾഡൻ സൈപ്രസ്, സ്പെൽബൗണ്ട് എന്നീ കളർ ഓപ്ഷനുകളിൽ ഹാൻഡ്സെറ്റ് ലഭ്യമാകും. മോട്ടോറോളയുടെ വെബ്സൈറ്റിലെ മോട്ടോ G86 പവറിനായുള്ള ഒരു ലിസ്റ്റിംഗ് അനുസരിച്ച് സ്മാർട്ട് ഫോണിൽ മീഡിയടെക് ഡയമൻസിറ്റി 7400 സോക്ക് ഉണ്ടായിരിക്കും. 128 GB, 256 GB വിഭാഗത്തിലും കിട്ടും. കൂടാതെ മൈക്രോ SD കാർഡ് സ്ലോട്ട് ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് ലഭ്യമായ സ്റ്റോറേജ് 1 TB വരെ വികസിപ്പിക്കാനും കഴിയും. വിനോദവാരം. സാഹസം ഓഗസ്റ്റ് 8 പ്രദർശനത്തിനെത്തുന്നു. ചിത്രത്തിന്റെ വർണ്ണാഭമായ പോസ്റ്റർ പുറത്തിറങ്ങി. ഏതൊരു അർബോറിന്റെ ലൈഫിനും ഒരു ദിവസം ഉണ്ടാവും ഹൈലി അഡ്വഞ്ചറസ് ആയ. സീനിയർ നടന്മാരും നിരവധി പുതുതലമുറക്കാരും അണിനിരക്കുന്ന ചിത്രമാണ് സാഹസം. ഫ്രണ്ട് റോ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ റിനീഷ് KN നിർമ്മിക്കുന്ന ഈ ചിത്രം ബിപിൻ കൃഷ്ണയാണ് സംവിധാനം ചെയ്യുന്നത്. ബൈജു സന്തോഷ്, ഭഗത് മാനുവൽ, കാർത്തിക് യോഗേഷ് എന്നിവരാണ് സാഹസത്തിന്റെ പുതിയ പോസ്റ്ററിലുള്ളത്. ഹ്യൂമർ ആക്ഷൻ ജോണറിലാണ് ഈ ചിത്രത്തിന്റെ അവതരണം. നരേൻ, ബാബു ആന്റണി, ശബരീഷ് വർമ്മ, സജിൻ ചെറുകയിൽ, റംസാൻ മുഹമ്മദ്, മേജർ രവി തുടങ്ങിയവരും ചിത്രത്തിൽ വേഷമിടുന്നു. ഇനി പ്രധാന ഇവന്റുകൾ. 25ാമത് ഇന്റർനാഷണൽ പോളിമർ എക്സിബിഷൻ കേപ്ലെക്സ് 2025 സെപ്റ്റംബർ 11 മുതൽ 14 വരെ അങ്കമാലി അഡ്ലെക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ. സംഘാടകർ കർണാടക സ്റ്റേറ്റ് പോളിമർ അസോസിയേഷൻ. ലോക തേക്ക് സമ്മേളനം വേൾഡ് ടീക്ക് കോൺഫറൻസ് 2025 സെപ്റ്റംബർ 17 മുതൽ 20 വരെ ഹോട്ടൽ ഗ്രാൻഡ് ഹയാത്ത് കൊച്ചിയിൽ. ഇതോടെ ബിസ് നെക്സ്റ്റ് അവസാനിക്കുന്നു. അടുത്തയാഴ്ച കാണാം. ബൈ.